Jesus' mighty name. യേശുക്രിസ്തുവിന്റെ ബലമുള്ള നാമത്തിൽ സ്നേഹവന്ദനം. Wonderful to be worshiping together. ഒന്നിച്ച് ആരാധിക്കുവാൻ കഴിയുന്നത് വളരെ മനോഹരമാകുന്നു. This morning I have a word from the Lord that I want to share. ഇന്ന് ദൈവത്തിൽ നിന്നുള്ള ഒരു വാക്ക് നിങ്ങളോട് പങ്കുവെക്കുവാൻ എനിക്കുണ്ട്. Because the word of God transforms our lives. ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നു. So many people get born again and they come to the faith, and many of them walk with God victoriously, and yet many others struggle to walk with God. അനേക വ്യക്തികൾ വീണ്ടും ജനിച്ച് ദൈവത്തിൽ ജയാളികളായി ജീവിക്കുന്നു, എന്നാൽ ചിലർക്ക് അത് കഴിയുന്നില്ല. Some people end up having, like the Bible says, they destroy their life without walking with God, not because of living in disobedience, outright disobedience, but simply because they've not known God. ചില വ്യക്തികളാണെങ്കിലോ അവരുടെ ആ ക്രിസ്തീയ ജീവിതം അവർ അങ്ങ് നശിപ്പിക്കുകയാകുന്നു. അവർ ഒരു അനുസരണക്കേടിൽ നടക്കുന്നത് കൊണ്ടല്ല, എന്നാൽ അവർ ദൈവത്തോടൊപ്പം നടക്കുവാൻ കഴിയാത്തതുകൊണ്ട്. And because of that it becomes passively disobedience. അതുകൊണ്ട് അത് എന്താ പറയുന്നത്, അത് പാസീവായിട്ട് അതൊരു അനുസരണക്കേടായിട്ട് പോകും. So let's look at a scripture that I want to start with, because the Lord put a word in my heart today, asking calling all of us to guard our heart. ഇന്ന് ദൈവം എനിക്ക് തന്നിരിക്കുന്നതായിട്ടുള്ള ആ വാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കുക എന്നുള്ളതാകും. Luke's Gospel chapter 21 verse 34. ലൂക്കോസിന്റേതായിട്ടുള്ള സുവിശേഷം 21 അധ്യായത്തിന്റെ 34 വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. The Bible says, be on guard so that your hearts will not be weighed down with dissipation and drunkenness and worries of life, and that day will not come on you suddenly like a trap. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. The Bible says that the coming of the Lord will surprise a few groups of people. ദൈവത്തിൻ്റെതായിട്ടുള്ള വരവ് ചില വ്യക്തികളെ പെട്ടെന്ന് അതൊരു അപ്രതീക്ഷിതമായിട്ടുള്ളൊരു കാര്യമായിരിക്കും എന്നാകുന്നു തിരുവചനം പറയുന്നത്. Those who are living a life of indulging in whatever they want, അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം മുഴുകി ജീവിക്കുന്ന ആ വ്യക്തികളെ സംബന്ധിച്ച്, those that are squandering or destroying everything that God has given them, ദൈവം അവർക്ക് തന്നിരിക്കുന്നതെല്ലാം നശിപ്പിച്ച് ധൂർത്തടിച്ച് ജീവിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച്, and then the third group of people are unprepared for the coming of the Lord, and this is the group the Bible says that are worrying in their life. മറ്റു ആ മൂന്നാമത്തെ ആ കൂട്ടം എന്ന് പറയുന്നത് അവർ ദൈവത്തിൻ്റെതായിട്ടുള്ള ആ വരവിനെ കുറിച്ച് പ്രതീക്ഷിക്കുന്നതേ ഇല്ല. അവരാകുന്നു ഈ ലോകത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിൽ ഭാരപ്പെട്ടിരിക്കുന്നത്. Be on your guard your heart, the Lord is saying. തിരുവചനത്തിൽ പറയുകയാകും, നിങ്ങളുടെ ഹൃദയത്തെ സൂക്ഷിച്ചുകൊള്ളുവിൻ. Guard your heart, the Lord is saying. ദൈവം പറയും, നിങ്ങളുടെ ഹൃദയത്തെ സൂക്ഷിച്ചുകൊള്ളുവിൻ. There are many things in general we guard in our life. നമ്മളുടെ ജീവിതത്തിൽ പൊതുവെ നമ്മൾ സൂക്ഷിക്കുന്ന പല കാര്യങ്ങളുണ്ട്. We guard our homes. നമ്മുടെ ഭവനങ്ങൾ നമ്മൾ സൂക്ഷിക്കുന്നു. We guard our valuables. നമ്മുടെ വിലപ്പെട്ട കാര്യങ്ങൾ നാം സൂക്ഷിക്കുന്നു. Some of us guard our vehicles. നമ്മളിൽ ചിലർ നമ്മളുടെ വാഹനങ്ങൾ സൂക്ഷിക്കുന്നു. Some guard your finances, you want to invest well. നിങ്ങൾ ചിലർ നിങ്ങളുടേതായിട്ടുള്ള സമ്പത്ത്, നിങ്ങൾ നിക്ഷേപങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുന്നു. Some of you guard your jobs so that you make sure that others don't go up so that you'll have your job. അപ്പോൾ നിങ്ങൾ ചിലരാണെങ്കിലോ മറ്റുള്ളവർ മുകളിലേക്ക് കയറാതെ നിങ്ങളുടെ ജോലി സൂക്ഷിച്ച് അങ്ങനെ വെക്കുന്നു. Some people we are told, those of us who use computers, they say use an antivirus, guard your computer. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരോട് പറയുന്ന ആന്റിവൈറസ് ഉപയോഗിച്ച് നിങ്ങളുടേതായിട്ടുള്ള ആ ഉപകരണം നിങ്ങൾ സൂക്ഷിക്കുക. We want to guard our children from having ungodly content coming on their equipment, and so we want to guard our children. അവരുടേതായിട്ടുള്ള ആ ഉപകരണത്തിൽ ദൈവികമല്ലാത്ത കാര്യങ്ങൾ വരാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സൂക്ഷിക്കുന്നു. Every one of us wants to guard something or the other in our life that we consider valuable. നാം വിലപ്പെട്ടത് എന്ന് എണ്ണുന്ന കാര്യങ്ങളെ സൂക്ഷിക്കുവാൻ നാം എല്ലാവരും ശ്രമിക്കുന്നു. Many people think of guarding their health. പല വ്യക്തികളും അവരുടേതായിട്ടുള്ള ആരോഗ്യത്തെ സൂക്ഷിക്കാൻ ശ്രമിക്കുന്നു. Oh, eat more vegetables. കൂടുതൽ പച്ചക്കറികൾ കഴിക്കണം. Eat less oil. എണ്ണ കുറയ്ക്കണം. Oh, we want to guard our health. നമ്മുടെ ആരോഗ്യത്തെ സൂക്ഷിക്കുവാൻ ശ്രമിക്കുന്നു. To live long. ദീർഘായുസ്സിന് വേണ്ടിയിട്ട്. But yet we are not careful to guard our heart. എന്നാൽ എങ്കിലും നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കുവാൻ നമുക്ക് പലപ്പോഴും താല്പര്യമില്ല. So many believers who say we are the temple of the Holy Spirit, must guard our health, don't guard their heart. പല വിശ്വാസികളും പറയുന്നു, ഞാൻ യഹോവയുടെ മന്ദിരമാകുന്നു, അതുകൊണ്ട് ഞാൻ എൻ്റെ ആരോഗ്യത്തെ സൂക്ഷിക്കണം. എന്നാൽ അവരുടെ ഹൃദയത്തെ സൂക്ഷിക്കുവാൻ കഴിയുന്നില്ല. Our heart controls everything. That influence we think and everything we do comes from the heart. നമ്മുടെ ഹൃദയമാകുന്നു സകലത്തെയും സ്വാധീനിക്കുന്നത്, നാം ചിന്തിക്കുന്നതും നമ്മുടെ തീരുമാനങ്ങളും എല്ലാം. Our thoughts make us decide whether to talk to somebody or stay away from somebody. നമ്മുടെ ചിന്തകളാകുന്നു നമ്മെ താല്പര്യപ്പെടുത്തുന്നത് ഒരു വ്യക്തിയോട് ഇടപെടണമോ അതോ ആ വ്യക്തിയിൽ നിന്ന് ദൂരെ മാറി നിൽക്കണമോ എന്നുള്ളത്. To have sinful
friends or godly friends? പാപികളായിട്ടുള്ള സുഹൃത്തുക്കൾ വേണോ അതോ ദൈവികരായിട്ടുള്ള സുഹൃത്തുക്കൾ വേണോ? Everything flows out of our heart. എല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്നാകുന്നു ഒഴുകുന്നത്. And that is why the Bible is saying, guard your heart. അതുകൊണ്ടാകുന്നു തിരുവചനം പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തെ സൂക്ഷിച്ചുകൊള്ളുവിൻ. Because the things we think about and the things we love and the things we give our attention to, these things will set the course of how we live. കാരണം നാം നമ്മുടെ ഹൃദയത്തിൽ സ്നേഹിക്കുന്ന കാര്യങ്ങൾ, നാം വിലപ്പെട്ടത് എന്നുണ്ടെന്നത്, നാം ശ്രദ്ധ കൊടുക്കുന്ന കാര്യങ്ങൾ, ഇവയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിന്റെ വഴിയെ തീരുമാനിക്കുന്നത്. We have to guard our heart. നമ്മുടെ ഹൃദയത്തെ നാം സൂക്ഷിക്കണം. You know, I think a month ago, whatever, my parents' home got robbed. ഒരു മാസം മുമ്പ് എൻ്റെ മാതാപിതാക്കൾ ജീവിച്ചതായിട്ടുള്ള ആ വീട് അതിൽ കള്ളൻ കയറി. Parents were not there, so robbers came and just robbed the whole house. മാതാപിതാക്കൾ അവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് കള്ളന്മാർ അവിടെ കയറി എല്ലാം നശിപ്പിച്ചു. So I was called by my uncle. I went there to check, and in front of the police we opened the house. എൻ്റെ അമ്മാവൻ എന്നെ വിളിച്ചു, ഞാൻ അവിടെ ചെന്നു. പോലീസ് അവിടെ ഉള്ളപ്പോൾ ഞങ്ങൾ ആ വീട് തുറന്നു. And we looked at the house, it was literally ransacked. ആ വീട് ഞങ്ങൾ നോക്കിയപ്പോൾ എല്ലാം അവർ തകർത്തിരിക്കുന്നു. You know, there were even some biscuit packets. They took it, they ate those, they left the packets there and they went. അവിടെ കുറച്ച് ബിസ്ക്കറ്റിൻ്റെതായിട്ടുള്ള പാക്കറ്റ് ഉണ്ടായിരുന്നു, അത് പൊട്ടിച്ച് അതും കഴിച്ചിട്ടാണ് അവർ പോയത്. Almaras were all open, broken, and everything was taken out. അലമാരകളെല്ലാം തുറന്ന് എല്ലാം എടുത്ത് പുറത്തു കൊണ്ടുവന്നു. It was amazing. As I stood in there, there was no other word than the word ransacked. അവിടെ എല്ലാം തകർത്ത് തരിപ്പണമാക്കി എന്നുള്ളതല്ലാതെ വേറൊരു വാക്ക് പറയാനില്ല. So my parents were not there. I was wondering what to do. How do I tell them this? എൻ്റെ മാതാപിതാക്കൾ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, എങ്ങനെ അവരോട് ഇത് പറയും. Usually when your house gets robbed, you feel bad. നമ്മുടെ വീട് കള്ളൻ കയറി കഴിയുമ്പോൾ സാധാരണ നമുക്കൊരു വിഷമം തോന്നും. And so I stood there, I looked at all of this, and I said, in my heart, I could either be sad or I could look to the Lord. ഞാൻ എല്ലാം അവിടെ നിന്നുകൊണ്ട് ഞാൻ ചിന്തിക്കുകയാണ്, വേണമെങ്കിൽ ഹൃദയത്തിൽ എനിക്ക് വിഷമമാകാം, അല്ലെങ്കിൽ എനിക്ക് തിരുമുഖത്തേക്ക് നോക്കാം. Because if we don't guard our heart, that will set the course for our life. കാരണം നമ്മുടെ ഹൃദയത്തെ നാം സൂക്ഷിച്ചില്ല എങ്കിൽ അതാകുന്നു നമ്മുടെ വഴികളെ നിർണ്ണയിക്കുന്നത്. I stood there, looked at these open almaras, broken things and all of that, and I said, Lord, I thank you that these robbers got in our house because you have blessed us more than them. അപ്പോൾ ഞാൻ അവിടെ നിന്നുകൊണ്ട് തുറന്നിരിക്കുന്ന അലമാരകളും എല്ലാം നോക്കിക്കൊണ്ട് ഞാൻ ദൈവത്തോട് പറയുകയാണ്, കർത്താവേ, ഈ കള്ളന്മാര് ഈ വീട്ടിൽ കയറാൻ കാരണം അങ്ങ് അവരെക്കാൾ കൂടുതലായിട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചതുകൊണ്ടാണ്. We are blessed and highly favored. That's why they wanted to rob our house and not someone else's house. ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് ദൈവപ്രീതിയിൽ നടക്കുന്നത് കൊണ്ടാണല്ലോ അവർക്ക് ഞങ്ങളുടെ വീട് തന്നെ മോഷ്ടിക്കാൻ തോന്നിയത്. Was I happy? I wasn't happy. എനിക്ക് സന്തോഷമൊന്നുമില്ലായിരുന്നു. But I decided to guard my heart. എന്നാൽ എൻ്റെ ഹൃദയത്തെ സൂക്ഷിക്കുവാൻ ഞാൻ തീരുമാനിച്ചു. You know, when you're saying things like that, it's not because you're happy. നിങ്ങൾ സന്തോഷമുള്ളത് കൊണ്ടല്ല അങ്ങനെ കാര്യങ്ങൾ പറയുന്നത്. You say things like that because you're guarding your heart. നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ സൂക്ഷിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ I പറയുന്നത്. stood there in that room looking at the broken almas and I told the Lord, I said, Lord, I'm asking you for their souls. അപ്പോൾ ഞാൻ ആ തുറന്നിരിക്കുന്ന അലമാരകൾ നോക്കിക്കൊണ്ട് ദൈവത്തോട് ചോദിക്കുന്നു, കർത്താവേ, ഞാൻ അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി ചോദിക്കുന്നു. We need to guard our hearts from the external things that come to us and from the internal things of our own heart. നമ്മുടെ ഹൃദയത്തിന്റെ പുറമേയുള്ള ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ആന്തരികമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മുടെ ഹൃദയത്തെ നാം സൂക്ഷിക്കേണ്ടതുണ്ട്. I could stand there and say, "Ayo, they took everything and they went. Ayo, I don't know what is going to happen to me." I could have said that. എനിക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് നോക്കിക്കൊണ്ട് ഇങ്ങനെ എല്ലാം അവർ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് വേണമെങ്കിൽ കരയാമായിരുന്നു. But there I needed to guard my heart. എന്നാൽ അവിടെ നാം ദൈവമുഖത്തേക്ക് നോക്കി നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കുകയാണ്. So I called my dad. അതുകൊണ്ട് എൻ്റെ പപ്പയെ ഞാൻ വിളിച്ചു. I said, the bad news is the house is robbed. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു മോശം വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ കള്ളൻ കയറി. But I said the good news is, എന്നാൽ അതിനുശേഷം ഞാൻ പറഞ്ഞു, നല്ല വാർത്ത ഇതാണ്. You are with my sister and family. താങ്കൾ എൻ്റെ സഹോദരിയുടെയും കുടുംബത്തിനെയും കൂടെയാണ്. You have enough to eat, you have place to sleep, you have God is taking care of your health. Everything is so wonderful. ഉറങ്ങാൻ സ്ഥലമുണ്ട്, ആവശ്യത്തിന് ഭക്ഷണമുണ്ട്, ആരോഗ്യം ദൈവം സൂക്ഷിക്കുന്നുണ്ട്, എല്ലാം നന്നായി നടക്കുന്നു. I said, you have brush and paste, you have everything. What more do you want? ബ്രഷും പേസ്റ്റും ഒക്കെ ഉണ്ട്, ഇനി എന്ത് വേണം? My father heard me say that and he said, ശരിയാടാ മോനെ കൊണ്ടു. അപ്പം my father listened to me and then he said, yeah, whatever that is gone, let it be gone, no problem. I didn't take one picture of that house because I didn't want to send it to them so that I would help them guard their heart. അപ്പോൾ ഞാൻ ഒരു ഫോട്ടോ പോലും എടുത്ത് അവർക്ക് അയച്ചു കൊടുത്തില്ല, കാരണം അവരുടെ ഹൃദയം സൂക്ഷിക്കുവാൻ ഞാൻ അവരെ സഹായിക്കുകയായിരുന്നു. Guarding our heart means we choose what our response has to be. നമ്മുടെ ഹൃദയം സൂക്ഷിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം നമ്മുടെ പ്രതികരണം എന്താണെന്ന് നാം തീരുമാനിക്കും. The wicked don't guard their heart.
ദുഷ്ടന്മാർ അവരുടെ ഹൃദയത്തെ The സൂക്ഷിക്കുന്നില്ല. Bible says, when God looked down in Noah's time and he said, the thoughts of their heart are so wicked, I have to judge them. തിരുവചനം പറയുകയാണ്, ദൈവം ഭൂമിയിലേക്ക് നോക്കുമ്പോൾ നോഹയുടെ കാലത്ത് അവരുടെ ചിന്തകളെല്ലാം ദുഷ്ടമായതുകൊണ്ട് അവരെ വിധിക്കേണ്ടിയിരിക്കുന്നു. Why did the flood come? എന്തുകൊണ്ട് ജലപ്രളയം വന്നു? Because the man didn't guard his heart. കാരണം മനുഷ്യൻ അവന്റെ ഹൃദയത്തെ സൂക്ഷിച്ചില്ല. Every time we don't guard our heart, we are opening our life to judgments or consequences of sin. നമ്മുടെ ഹൃദയം നാം സൂക്ഷിക്കാതിരിക്കുമ്പോൾ ഓരോ തവണയും നാം ദൈവത്തിൻ്റെതായിട്ടുള്ള ആ പരിണത ഫലങ്ങൾ അല്ലെങ്കിൽ ന്യായവിധിക്ക് വേണ്ടി നാം അവസരങ്ങളെ തുറന്നു കൊടുക്കുകയാണ്. People say, follow your heart. വ്യക്തികൾ ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിനനുസരിച്ച് നിങ്ങൾ പോകണം. But I want to tell you, many times when we follow what our heart tells us to do, it can end up being ungodly because it is not from the word of God. എന്നാൽ ഞാൻ പറയട്ടെ, പല സമയത്തും നമ്മുടെ ഹൃദയം അനുസരിച്ച് നാം മുന്നേറുമ്പോൾ അത് ദൈവവചനത്തിൽ നിന്നല്ലാത്തത് കൊണ്ട് അത് ദൈവികമാകുകയില്ല. Our heart is who we really are. നമ്മുടെ ഹൃദയമാണ് നാം യഥാർത്ഥത്തിൽ ആരാണോ അത്. Proverbs 27:19 says, സദൃശ്യവാക്യങ്ങൾ 27-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 19-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, as in water face reflects the face, so the heart of man reflects man. വെള്ളത്തിൽ മുഖത്തിനൊത്തവണ്ണം മുഖത്തെ കാണുന്നു, മനുഷ്യൻ തന്റെ ഹൃദയത്തിനൊത്തവണ്ണം മനുഷ്യനെ കാണുന്നു. You see, that means just like water reflects the face, the heart of man reflects who the man really is. വെള്ളം എങ്ങനെ അത് റിഫ്ലക്ട് ചെയ്യുന്നോ അതുപോലെ തന്നെ മനുഷ്യൻ്റെതായിട്ടുള്ള ഹൃദയം അവനെ കാണിക്കുകയാണ്. We can, on one side we can be singing spiritual songs, kartandi kartani kartani, but we will never allow him to be our kartava. ഒരു വശത്ത് നമുക്ക് പ്രാർത്ഥിക്കുവാൻ അല്ലെങ്കിൽ പാടുവാൻ കഴിയും, അങ്ങ് കർത്തനാണ് കർത്തന്നി എന്നൊക്കെ, എന്നാൽ ആ കർത്തൃത്വം നാം യേശുവിന് കൊടുത്തിട്ടുണ്ടാകുകയില്ല. Years ago we were in a very difficult situation. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒരു പ്രയാസകരമായിട്ടുള്ള സമയത്തായിരുന്നു. Some of us leaders were in a difficult time, and one of the leaders' father was a Pentecostal man. He was there, with us at that point in that difficult situation. ഞങ്ങൾ നേതാക്കന്മാർ ഒരു പ്രയാസഘട്ടത്തിലായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു നേതാവിന്റെ പിതാവ് ഒരു പെന്തക്കോസ് പശ്ചാത്തലത്തിലായിരുന്നു. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. When he heard that some of us were going to get into trouble because of some people, he stood up there, he folded his mundu and he said, Bible ellam maati vechu chennu adichu nerthada ellathine. അപ്പോൾ ചില വ്യക്തികൾ കാരണം ഞങ്ങൾ പ്രശ്നത്തിൽ കയറും എന്ന് അദ്ദേഹത്തിന് മനസ്സിലായപ്പോഴത്തെ അദ്ദേഹം മുണ്ടൊക്കെ മടക്കി കുത്തി പറയുകയാണ്, ബൈബിൾ മാറ്റി വെച്ച് അവരെ അടിച്ചു നിരത്താൻ. That is the real you. അതാണ് യഥാർത്ഥത്തിലുള്ള നിങ്ങൾ. That is the real you. അതാകുന്നു യഥാർത്ഥത്തിലുള്ള നിങ്ങൾ. That is why the Bible says, use the word of God to look at who the real you and who the real me is. അതുകൊണ്ടാകുന്നു തിരുവചനം പറയുന്നത്, തിരുവചനം നോക്കിക്കൊണ്ട് യഥാർത്ഥത്തിൽ നിങ്ങൾ ആരെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. There are many people who don't know their heart has become wicked. പല വ്യക്തികൾക്കും അറിയുകയില്ല അവരുടെ ഹൃദയം ദുഷ്ടതയിലൂടെ ആയിരിക്കുന്നു എന്നുള്ളത്. The Bible says God knows our heart. തിരുവചനം പറയുന്നു ദൈവത്തിന് നമ്മുടെ ഹൃദയത്തെ അറിയാം. God told Samuel, don't look at his height and stature and all that. God looks at the heart. ദൈവം ശമൂവേലിനോട് പറയുകയാണ്, അവന്റെ ഉയരവും പൊക്കവും ഒന്നും നീ നോക്കണ്ട, എന്നാൽ നീ ദൈവം ഹൃദയത്തെ നോക്കുന്നു. Proverbs 21:2 says, every man is right in his own eyes, but God searches the heart. സദൃശ്യവാക്യങ്ങൾ 21-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം പറയുന്നു, മനുഷ്യന്റെ വഴിയൊക്കെയും അവന് ചൊവ്വായി തോന്നുന്നു, യഹോവയോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. There is a battle for our heart. നമ്മുടെ ഹൃദയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ യുദ്ധമുണ്ട്. God wants our heart. ദൈവത്തിന് നമ്മുടെ ഹൃദയത്തെ. The Bible says in Proverbs, give me your heart. തിരുവചനം പറയുന്നു, നിന്റെ ഹൃദയത്തെ എനിക്ക് നൽകാം. Because God knows if we give him our heart, our thinking, our will, our emotion. Heart is not just a feeling, it is our thinking, our will and our emotions. ദൈവത്തിന് അറിയാം, നാം നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന് നൽകിയാൽ, ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ തോന്നലുകൾ മാത്രമല്ല, നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ, നമ്മുടെ താല്പര്യങ്ങൾ, ഇതെല്ലാം ഉണ്ട്. When we are so upset, we will say, some people will just go and drink. ചില വ്യക്തികൾക്ക് അവർക്ക് മനപ്രയാസം തോന്നുമ്പോൾ അവർ പോയി മദ്യപിക്കുന്നു. And they will say, no, that the situation made me drink. എന്നിട്ട് അവർ പറയും, ആ സാഹചര്യം കാരണമാണ് ഞാൻ അങ്ങനെ ആയത്. It wasn't the situation that made you drink, an unguarded heart made you drink. സാഹചര്യമല്ല നിങ്ങളെ അങ്ങനെ ആക്കിയത്, എന്നാൽ സൂക്ഷ്മതയില്ലാത്ത ഹൃദയമാണ് നിങ്ങളെ അങ്ങനെ ആക്കിയത്. Some people in their families, when they get angry, what all comes out of their mouth? ചില വ്യക്തികൾക്ക് അവരുടെ കുടുംബത്തിൽ അവർക്ക് ദേഷ്യം വന്നു കഴിയുമ്പോൾ എന്തെല്ലാം പുറത്തു വരുന്നു. They'll say, because of my husband only I said all of that. എന്റെ ഭർത്താവ് കാരണം മാത്രം ഞാൻ ഇങ്ങനെ പറഞ്ഞു. Because of my wife only I said all of that. എന്റെ ഭാര്യ കാരണം മാത്രം ഞാൻ ഇങ്ങനെ പറഞ്ഞു. No, because of an unguarded heart. എന്നാൽ സൂക്ഷ്മതയില്ലാത്ത ഹൃദയം മുഖാന്തരം. That unguarded heart makes us sin. സൂക്ഷ്മതയില്ലാത്ത ഹൃദയമാണ് നിങ്ങളെ പാപം ചെയ്യിപ്പിക്കുന്നത്. God wants our heart. ദൈവത്തിന് നമ്മുടെ ഹൃദയം
ഹൃദയത്തെ ആവശ്യമുണ്ട്. Satan wants our heart. പിശാചിന് നമ്മുടെ ഹൃദയത്തെ വേണം. 1 Peter 5:8 says, "Be sober, be vigilant, because the devil like a roar, your adversary like a roaring lion is looking for someone to devour." 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 8-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരുപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. God wants our heart. ദൈവത്തിന് നമ്മുടെ ഹൃദയം വേണം. Satan wants our heart. പിശാചിന് നമ്മുടെ ഹൃദയം വേണം. പോരാഞ്ഞിട്ട് we also want our heart. We also നമുക്കും നമ്മുടെ ഹൃദയം വേണം. We want to guard, we want to safeguard our own heart. നമ്മുടെ ഹൃദയത്തെ നമുക്കും സൂക്ഷിക്കണം. I will not let anyone hurt me. ആരും എന്നെ വേദനിപ്പിക്കാൻ ഞാൻ I'm a സമ്മതിക്കില്ല. very hurt person. I'm a very hurt person. ഞാൻ വേദനിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. So we try to guard our heart. അതുകൊണ്ട് നാം നമ്മുടെ ഹൃദയത്തെയും നാം സൂക്ഷിക്കാൻ നോക്കുകയാണ്. For that we would draw a circle and circle people out of our life. അതിനു വേണ്ടി നാം ഒരു വൃത്തം വരച്ച വ്യക്തികളെ അതിന് പുറത്തേക്ക് നിർത്തും. You know, a few days ago I was speaking to a man of God. നിങ്ങൾക്കറിയാമോ, അല്പ ദിവസങ്ങൾക്ക് മുമ്പാകെ ഞാൻ ഒരു ദൈവപുരുഷനോട് സംസാരിക്കുകയാണ്. And as we were talking to this particular man of God in another place, another nation, and we were talking about this person had isolated himself. അപ്പോൾ വേറൊരു ദേശത്തുള്ള ഒരു ദേവദാസനോട് ഞങ്ങൾ സംസാരിക്കുന്നു. ഈ വ്യക്തി തന്നെത്താൻ കൂട്ടം വിട്ടു നിൽക്കുകയായി. And so I got talking with him and asked him, "Why have you done this?" ഞാൻ ആ വ്യക്തിയോട് സംസാരിച്ചാൽ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, താങ്കൾ എന്തുകൊണ്ട് ഇത് ചെയ്തു? He was a dear friend, and so he said, "No, because you don't know what the people in the land have done to me." അപ്പോൾ അദ്ദേഹം എൻ്റെ പ്രിയ സുഹൃത്താണ്. അപ്പം അദ്ദേഹം പറയുകയാണ്, താങ്കൾക്ക് അറിയുകയില്ല ഈ ദേശത്തുള്ള വ്യക്തികൾ എന്നോട് എന്ത് ചെയ്തു എന്നുള്ളത്. I told him, "I have known you for many decades." അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അതായത് താങ്കളെ പല പതിറ്റാണ്ടുകളായിട്ട് എനിക്കറിയാം. I said, "I want to tell you something. You're a very gracious man. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, താങ്കൾ വളരെ കൃപാലുവായ മനുഷ്യനാണ്. You're very good to the people that are weak." അപ്പോൾ ബലഹീനരായിട്ടുള്ള വ്യക്തികളോട് താങ്കൾ വളരെ നല്ല മനുഷ്യനാണ്. But if anyone says anything about you, your heart is unguarded, you draw a circle and you circle them out. എന്നാൽ ആരെങ്കിലും താങ്കളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയം നിങ്ങൾ സൂക്ഷിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഒരു വട്ടം വരച്ച് നിങ്ങൾ അവരെ പുറത്തു നിർത്തുന്നു. Because we all want a safe place. കാരണം നമുക്ക് എല്ലാവർക്കും സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥാനം The വേണം. person told me, "That's true, I want a safe place." അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, ശരിയാണ്, എനിക്കൊരു സുരക്ഷിത സ്ഥാനം വേണം. I said, "Sometimes the safe place we are in is so safe that even God can't get in." അപ്പോൾ ചില സമയത്ത് നാം ഉണ്ടാക്കുന്നതായുള്ള ആ ഒരു സുരക്ഷിത സ്ഥാനത്ത് ദൈവത്തിന് പോലും വരാൻ കഴിയുന്നില്ല. God wants to come into that place and he wants to rule our heart. ദൈവത്തിന് ആ സ്ഥാനത്തേക്ക് വന്നുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ വാഴുവാൻ ആഗ്രഹിക്കുന്നു. We have to guard our heart because we love God. നാം ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നാം When we സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. don't guard our heart, our love for God grows cold. നാം നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കാത്തപ്പോൾ ദൈവത്തോടുള്ള സ്നേഹം കുറഞ്ഞു വരും. It will affect our relationship with God. അത് ദൈവവുമായിട്ടുള്ള നമ്മുടെ വ്യക്തിബന്ധത്തെ അത് ഉലയ്ക്കുന്നു. If we don't guard our heart, we will estrange from people. നാം നമ്മുടെ ഹൃദയത്തെ സൂക്ഷിച്ചില്ല എങ്കിൽ വ്യക്തികളിൽ നിന്ന് നാം അകന്നു മാറും. And they, from our spouses and from our friends and from our families, we will be separated. നമ്മുടെ ജീവിത പങ്കാളികളിൽ നിന്ന്, നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന്, നമ്മുടെ കുടുംബാംഗങ്ങളിൽ നിന്നെല്ലാം നാം മാറി നിൽക്കും. Many times when we have a broken relationship like Cain, we want to isolate ourselves. പല സമയത്തും കായീനെ പോലെ തകർന്ന വ്യക്തിബന്ധങ്ങൾ ഉള്ളപ്പോൾ നമുക്ക് വ്യക്തികളിൽ നിന്ന് കൂട്ടം വിട്ടു നിൽക്കുവാൻ നാം But the താല്പര്യപ്പെടുന്നു. Lord is telling, guard your heart. എന്നാൽ തിരുവചനം പറഞ്ഞു, നിങ്ങളുടെ ഹൃദയത്തെ സൂക്ഷിച്ചുകൊള്ളുക. Allow God to be the ruler of that area of your life. നിങ്ങളുടെ ജീവിതത്തിലെ സകല മേഖലകളിലും ദൈവം വാഴുവാൻ അനുവദിച്ചാട്ടെ. We should guard our heart because our heart condition, it can affect our eternity. നാം നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ നമ്മുടെ നിത്യതയെ ബാധിക്കുന്നതാകുന്നു. Oh, that is really serious for me. അതുകൊണ്ട് എനിക്കത് വലിയ ഗൗരവമുള്ള കാര്യമാണ്. Temporary pleasure now will be paid a heavy price in eternity. താൽക്കാലികമായിട്ടുള്ള ഒരു സുഖം, സന്തോഷം, അത് നിത്യതയിൽ വലിയ വില കൊടുക്കേണ്ടി വരും. We don't guard worthless things. നാം ഒരിക്കലും വിലയില്ലാത്ത കാര്യങ്ങൾ സൂക്ഷിക്കാറില്ല. Have any of you left the garbage outside and stood guarding it? ആരെങ്കിലും വേസ്റ്റ് ചപ്പ് ചവറ് പുറത്തിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അത് കാത്തു സൂക്ഷിക്കാൻ നിന്നിട്ടുണ്ടോ? Nobody guards the garbage bag. ആരും ഈ വേസ്റ്റിന്റെ ബാഗ് ഒന്നും നോക്കി നിൽക്കാറില്ല. Because it is worthless. കാരണം അതിൽ യാതൊരു വിലയുമില്ല. And why should we guard our heart? Because it is really worth. എന്തുകൊണ്ട് നാം നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കണം? കാരണം അത് വിലപ്പെട്ടതാകുന്നു. It can affect our dreams, it can affect our family, it can affect our marriage, it can even affect our personal mental health and spiritual health. നമ്മുടേതായിട്ടുള്ള ആ ഹൃദയത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിൻ്റെതായിട്ടുള്ള ബന്ധം, നമ്മുടെ വിവാഹ ജീവിതം, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള മാനസികമായിട്ടുള്ള ആരോഗ്യം, ഇതിനെ
ഇതിനെ എല്ലാത്തിനെയും ബാധിക്കുവാൻ കഴിയുന്നു. It is known scientific through research. They say that when people are upset, they'll eat. ശാസ്ത്രീയമായിട്ടുള്ള ഗവേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്ന കാര്യമാണ്, വ്യക്തികൾക്ക് മനോവിഷമം ഉണ്ടാകുമ്പോൾ അവർ കഴിക്കുന്നു. They call it binge eating. I'm just so upset, I want to eat something. ബിഞ്ച് ഈറ്റിംഗ് എന്ന് അതിന് പറയുന്നു. എനിക്ക് വിഷമം ഉണ്ടാകുമ്പോൾ ഞാൻ അങ്ങ് കഴിക്കും. And sometimes people are upset for many years of their life. They're binge eating for years of their life. ചില സമയത്ത് വ്യക്തികൾ ഒരുപാട് വർഷങ്ങൾ അവർ മനപ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ അവർ കഴിച്ചുകൊണ്ടേയിരിക്കുന്നു. Or they drink and destroy their liver. അല്ലെങ്കിൽ അവർ മദ്യപിച്ച് അവരുടെ കരളിനെ അത് ബാധിക്കുന്നു. What they don't understand is that can affect their physical life, which can affect their eternity. അവർക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ ശരീരത്തിൻ്റെതായിട്ടുള്ള ആ ആരോഗ്യത്തെ അത് ബാധിക്കുമ്പോൾ അവരുടെ മാനസികമായിട്ടുള്ള ആ അവസ്ഥയും അത് ബാധിക്കുന്നു. Our heart is the source of everything we produce. നമ്മുടെ ഹൃദയമാണ് നാം നൽകുന്ന അല്ലെങ്കിൽ ഉത്ഭവിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും സ്രോതസ്. If it is unhealthy, it will affect everything in our life. ഹൃദയത്തിന് ആരോഗ്യമില്ലെങ്കിൽ അത് നിശ്ചയമായിട്ടും എല്ലാ കാര്യങ്ങളെയും അത് ബാധിക്കും. Luke's Gospel 6:45 says, ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 45-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: The good man out of the good treasure of his heart brings forth what is good, and the evil man out of the evil treasure brings forth evil, for the mouth speaks from what fills his heart. നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടൻ ദോഷമായതിൽ നിന്നും ദോഷം പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതല്ലോ വായ് പ്രസ്താവിക്കുന്നു. When we are really tested, what is in our heart that comes out. നാം യഥാർത്ഥത്തിൽ ഒരു വലിയ പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എന്താകുന്നുവോ ഉള്ളത് അത് പുറത്തു വരും. It is at that time we realize what all we have treasured in our heart. ആ സമയത്താണ് നമുക്ക് മനസ്സിലാകുന്നത് നാം എന്തിനെയെല്ലാം വിലമതിച്ചുകൊണ്ട് നാം ഹൃദയത്തിൽ സൂക്ഷിച്ചു. An unguarded, untrained heart is a heart for every wicked treasure to get in. സൂക്ഷ്മതയില്ലാത്ത, പരിശീലനം ലഭിച്ചിട്ടില്ലാത്ത ഹൃദയം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളെയും ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കുന്നു. As if this is not enough, even the devil wants to attack our heart constantly. അതോടൊപ്പം തന്നെ പിശാചിന് നമ്മുടെ ഹൃദയത്തെ നിരന്തരമായി യുദ്ധം ചെയ്യുവാൻ ഇഷ്ടമാണ്. Bible says we are living in a combat zone. തിരുവചനം പറയുന്നത് നാം ഒരു യുദ്ധഭൂമിയിൽ ജീവിക്കുന്നു. Spiritual war is a reality. ആത്മീയ യുദ്ധം എന്ന് പറയുന്നത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. Satan hates you, Satan hates your family, Satan hates your destiny. പിശാച് നിങ്ങളെ എതിർക്കുന്നു, പിശാച് നിങ്ങളുടെ കുടുംബത്തിനെ പകയ്ക്കുന്നു, നിങ്ങളുടേതായിട്ടുള്ള ലക്ഷ്യത്തെയും എല്ലാം പിശാചിന് ഇഷ്ടമല്ല. Many of us are living oblivious to the fact that you have an enemy, the devil, who's trying to destroy your life. പല വ്യക്തികളും നിങ്ങളുടെ ജീവിതത്തെ തകർക്കുവാനായിട്ടുള്ള ഒരു പിശാചുണ്ട് എന്നുള്ള അറിവ് പോലും ഇല്ലാതെയാകുന്നു ജീവിക്കുന്നത്. Because of that, we don't guard. അതുകൊണ്ട് നാം സൂക്ഷിക്കുന്നില്ല. If we knew the enemy is going to rob us, we would have guarded it. ഈ പിശാച് അല്ലെങ്കിൽ ശത്രു നമ്മളെ തകർക്കുവാൻ ശ്രമിക്കുമെന്നുള്ള അറിവുണ്ടെങ്കിൽ നാം സൂക്ഷിക്കും. People of God, if you know the enemy is going to rob your peace, guard your peace. ദൈവജനമേ, ഈ ശത്രു നിങ്ങളുടെ സമാധാനത്തെ തകർക്കുവാൻ ശ്രമിക്കുന്നു എന്നുള്ള അറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചാൽ. If you know the devil is going to rob your marriage, then guard your marriage. നിങ്ങൾ ചിന്തിക്കുകയാണ്, നിങ്ങൾക്ക് അറിവുണ്ട്, അതായത് ഈ പിശാച് നിങ്ങളുടെ വിവാഹ ജീവിതത്തെ തകർക്കുവാൻ ശ്രമിക്കുമെന്ന് അറിവുണ്ടെങ്കിൽ നിങ്ങളുടെ വിവാഹ ജീവിതത്തെ സൂക്ഷിച്ചാട്ടെ. How do we do that? Guarding our thoughts. എങ്ങനെ നമുക്കത് ചെയ്യുവാൻ കഴിയും? നമ്മുടെ ചിന്തകളെ സൂക്ഷിച്ചുകൊണ്ട്. The Bible says in Proverbs 4:23, സദൃശ്യവാക്യങ്ങളുടെ 4-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 23-ാമത്തെ വാക്യം നാം നോക്കുമ്പോൾ, above all else guard your heart. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. The English says above all else guard your heart. എല്ലാറ്റിലും ഉപരിയായിട്ട് നിന്റെ ഹൃദയത്തെ സൂക്ഷിച്ചുകൊള്ളുക എന്ന് ഇംഗ്ലീഷ് പറയുന്നു. Which means more than you guard your ornaments, guard your heart. നിങ്ങളുടെ ആഭരണങ്ങളെ സൂക്ഷിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങളുടെ ഹൃദയത്തെ സൂക്ഷിക്കുക. They put it in one safe and lock it. ആദ്യം ഒരു സേഫിലിട്ട് അത് ലോക്ക് ചെയ്യുന്നു. Then you put that before that inside one dabba, cardboard dabba. അതിന് അകത്തൊരു കാർഡ്ബോർഡ് ഡബ്ബയുണ്ട്. Then inside one safe. അതിനകത്ത് വേറെ സേഫ് ഉണ്ട്. Then you take that safe and put that safe inside one safe. ആ സേഫ് എടുത്ത് പിന്നെ വേറെ സേഫിൽ ഇടുന്നു. And then you lock it. പിന്നെ അത് ലോക്ക് ചെയ്യുന്നു. And then you keep its key somewhere. അതിന്റെ കീ വേറൊരു സ്ഥലത്ത് മാറ്റി Then you വെക്കുന്നു. forgot where you kept it. പിന്നെ അത് മറന്നു പോകുന്ന എവിടെ വെച്ചത്. Then you will say kallam kondoi. അപ്പൊ പിന്നെ കള്ളം കൊണ്ടുപോയി എന്ന് പറയും. You try to guard it because it is of financial value. അത് സാമ്പത്തികമായിട്ട് മൂല്യമുള്ള ഒരു കാര്യമായതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കാൻ നോക്കുന്നു. The Bible is saying, how foolish can you be? More than you guard your ornaments, guard your heart. തിരുവചനം പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ആഭരണങ്ങളെക്കാൾ ഉപരിയായിട്ട്
നിങ്ങളുടെ ഹൃദയം സൂക്ഷിച്ചില്ല എങ്കിൽ നിങ്ങൾ വിഡ്ഢികളാകും. More than you guard the title deeds to your house, guard your heart. നിങ്ങളുടെ ആധാരങ്ങൾ സൂക്ഷിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങളുടെ ഹൃദയത്തെ സൂക്ഷിക്കുക. More than you guard your job, guard your heart. നിങ്ങളുടെ ജോലികളെ സൂക്ഷിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങളുടെ ഹൃദയത്തെ സൂക്ഷിക്കുക. Above all, guard your heart, because it is in this is the wellspring of life. എല്ലാറ്റിലും ഉപരിയായിട്ട് നിങ്ങളുടെ ഹൃദയത്തെ സൂക്ഷിച്ചുകൊള്ളുക. കാരണം ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. You can have ornaments but no life. നിങ്ങൾക്ക് ആഭരണങ്ങൾ ഉണ്ടാകാം, എന്നാൽ ഒരുപക്ഷെ ജീവൻ ഉണ്ടാകണം. You can have a job but no life. നിങ്ങൾക്ക് ഒരു ജോലി ഉണ്ടാകാം, എന്നാൽ ഒരുപക്ഷെ ജീവൻ ഉണ്ടാകുകയില്ല. You can have family but no life. ഒരു കുടുംബം ഒരുപക്ഷെ ഉണ്ടാകാം, എന്നാൽ ജീവിതം ഉണ്ടാകുകയില്ല. Because you and I don't guard our heart. കാരണം നാം നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കാത്തതുകൊണ്ട്. Guard your heart, the Bible says. തിരുവചനം പറയുന്നത് നമ്മുടെ ഹൃദയത്തെ സൂക്ഷിച്ചുകൊള്ളുക. Don't allow any wickedness to get in. ഒരു ദുഷ്ടത അതിൽ പ്രവേശിക്കാതെ കാത്തുകൊള്ളുക. The enemy will use every kind of weapon to attack your heart. പിശാച് അല്ലെങ്കിൽ ശത്രു എല്ലാ രീതിയിലുമുള്ള ആയുധം ഉപയോഗിച്ച് നിങ്ങളെ ആക്രമിക്കുവാൻ നോക്കും. And one of the weapons he uses lies. പിശാച് പൊതുവെ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത് നുണയാണ്. He will tell you lies. നുണ പറഞ്ഞുകൊണ്ടേയിരിക്കും. You know why our hearts are depressed many times? നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഒരു വിഷാദമുള്ളത് എന്നുള്ളത്? Pastor didn't talk to me. പാസ്റ്റർ എന്നോട് സംസാരിച്ചു. Oh, I'm very hurt. എനിക്ക് വലിയ വിഷമമായി. You know why I'm hurt? Because I didn't guard my heart. നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ട് നിങ്ങൾക്ക് വിഷമമുണ്ടെന്നുള്ളത്? കാരണം നിങ്ങൾ ഹൃദയത്തെ സൂക്ഷിച്ചില്ല. There are thousands of people in our life who have not spoken to us. നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് ഞങ്ങളോട് അല്ലെങ്കിൽ എന്നോട് സംസാരിക്കാത്തത്. But we don't get hurt. എന്നാൽ അത് ഞങ്ങൾക്ക് വിഷമമാകുന്നില്ല. Because we guard our heart. കാരണം ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തെ സൂക്ഷിക്കുന്നു. That is my responsibility. അത് എന്റേതായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. Look at your neighbor and say, guard your heart. അടുത്തിരിക്കുന്ന ആളെ നോക്കിക്കൊണ്ട് പറഞ്ഞാട്ടെ നിങ്ങളുടെ ഹൃദയം സൂക്ഷിച്ചാട്ടെ. Tell your neighbor, I need to guard my heart. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ ഞാൻ എന്റെ ഹൃദയത്തെ സൂക്ഷിക്കണം. And tell them, that is my responsibility. അത് എന്റെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞു. Hallelujah. Hallelujah. Don't blame others. It is my responsibility to guard my heart. മറ്റുള്ളവരെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത്, എന്നാൽ എന്റെ ഹൃദയം സൂക്ഷിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. Because if I don't guard my heart, my eternity gets influenced. കാരണം ഞാൻ എന്റെ ഹൃദയത്തെ സൂക്ഷിച്ചില്ലെങ്കിൽ എന്റെ നിത്യതയെ അത് ബാധിക്കും. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ഇച്ചിരി സെൽഫിഷ് ആയിക്കോ. Be selfish in this area for sure. You guard your heart. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ സൂക്ഷിച്ചാൽ. Tell the devil, I will not accept your lie. നിന്റെ നുണയെ ഞാൻ സ്വീകരിക്കുകയില്ല എന്ന് പിശാചിനോട് പറഞ്ഞാണ്. Like the word says, above all else guard your heart. തിരുവചനം പറയുന്നത് പോലെ സകലത്തിലും ഉപരിയായിട്ട് നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. This is the seat of all spiritual and emotional health. എല്ലാ വൈകാരികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള ആരോഗ്യത്തിന്റെയും പ്രധാന ഉറവിടം ഇതാണ്. What people don't understand, what a powerful verse in Proverbs 17:22. സദൃശവാക്യങ്ങൾ 17-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 22-ാമത്തെ വാക്യത്തിൽ എത്ര ശക്തമായിട്ടുള്ള ഒരു വാക്യമാണുള്ളത്. A joyful heart is a good medicine. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകും. But a broken spirit dries up the bones. തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. You know, I can't guard my heart. I can't guard his heart. I can guard mine. എനിക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഹൃദയത്തെ അല്ലെങ്കിൽ സൂക്ഷിക്കാൻ കഴിയുകയില്ല. എനിക്ക് എന്റേത് മാത്രമേ ചെയ്യാൻ കഴിയൂ. If I don't guard my heart, ഞാൻ എന്റെ ഹൃദയത്തെ സൂക്ഷിച്ചില്ല എങ്കിൽ, and he is very happy, അദ്ദേഹത്തിന് വളരെ സന്തോഷമാണെങ്കിൽ, and he is happily talking to me, എന്നോട് സന്തോഷത്തോടെ സംസാരിക്കുകയാണെങ്കിൽ, I can look at that and think he's got something in his mind, that's why he's smiling like that. എനിക്ക് വേണമെങ്കിൽ ചിന്തിക്കാം എന്തോ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. The problem is my heart is wicked and it's not guarded. പ്രശ്നം എന്ന് പറയുന്നത് എന്റെ ഹൃദയം ദുഷ്ടമാണ്, അത് ഞാൻ സൂക്ഷിച്ചിട്ടുമില്ല. An unguarded heart, because the devil wants to influence it, will give room to every lie of the devil. സൂക്ഷ്മത ഇല്ലാത്തതായിട്ടുള്ള ഹൃദയം എന്ന് പറയുന്നത് പിശാച് അത് സ്വാധീനിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് എല്ലാ നുണകളെയും സ്വീകരിക്കും. But a joyful heart, the Bible says, is like a good medicine. എന്നാൽ സന്തുഷ്ട ഹൃദയം തിരുവചനം പറയുന്നത് നല്ലൊരു ഔഷധമാകും. But ഈ joy വേക്കാൻ 2 കിലോ മേടിക്കാൻ കിട്ടിയായിരുന്നെങ്കിൽ എവിടുന്നേലും മേടിച്ചേനെ. You know, where do we get this joy from? എന്നാൽ എവിടെ നിന്ന് ഈ സന്തോഷം കിട്ടും? നമുക്ക് അങ്ങനെ മേടിക്കാൻ പറ്റില്ലല്ലോ. I want you to know joy is not a feeling. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ സന്തോഷം എന്ന് പറയുന്നത് ഒരു തോന്നലല്ല. It is a fruit of the Holy Spirit. അത് പരിശുദ്ധാത്മ ഫലമാകുന്നു. എവിടെ കിട്ടുമെന്നുള്ളത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ആത്മാവിൽ നടന്നാൽ സന്തോഷത്താൽ നിറയും. It is clearly mentioned in the scripture where we can get this joy. When we walk in the Holy Spirit, we will have this joy. Why don't we have joy? എന്തുകൊണ്ട് നമുക്ക് ആ സന്തോഷമില്ല? Because my heart doesn't want joy. കാരണം എന്റെ ഹൃദയത്തിന് ആ സന്തോഷം വേണ്ട. If I wanted joy,
എനിക്ക് അത് സന്തോഷം വേണമെങ്കിൽ I would have been filled with the Holy Spirit. ഞാൻ പരിശുദ്ധാത്മാവിൽ നിറയും. Hallelujah. 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 It is my responsibility to guard my heart. എന്റെ ഉത്തരവാദിത്തമാണ് എന്റെ ഹൃദയം സൂക്ഷിക്കുക Let's എന്നുള്ളത്. tell our neighbor one more time. It is my responsibility to guard my heart. നമ്മുടെ അടുത്തിരിക്കുന്ന ആളോട് നമുക്ക് പറയാം, എന്റെ ഉത്തരവാദിത്തമാണ് എന്റെ ഹൃദയത്തെ സൂക്ഷിക്കുക എന്നുള്ളത്. Husbands and wives, please tell each other. Come on, it's okay. ഭർത്താവും ഭാര്യയും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാട്ടെ, എനിക്ക് കുഴപ്പമില്ല. It's my responsibility to guard my heart. എന്റെ ഹൃദയം സൂക്ഷിക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണ്. It is the truth. അത് സത്യമാണ്. You know, some people married about 30-40 years. Oh, ഇനി എന്തോ നോക്കാനാ. ചില വ്യക്തികൾ 30-40 വർഷമായിട്ട് വിവാഹം കഴിച്ചിരിക്കുന്നു. അവർ ചിന്തിക്കുകയാണ്, ഇനിയും what else to guard. Imagine if you are going to live another 40 years. നിങ്ങൾ ചിന്തിച്ചാൽ അടുത്തൊരു 40 വർഷം കൂടി ജീവിച്ചാൽ. ICU, medical science and all improving so much. Guard your heart. വൈദ്യശാസ്ത്രം ഒത്തിരി പുരോഗമിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഹൃദയത്തെ സൂക്ഷിച്ചു A കൊള്ളുക. joyful heart itself is a good medicine. സന്തുഷ്ട ഹൃദയം തന്നെ ഒരു നല്ല ഔഷധമാണ്. Everybody around you can be sad, but you can decide, I am going to medicate myself with a joyful heart. നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരും എന്ത് ചിന്തിച്ചാലും നിങ്ങൾക്ക് തന്നെ ചിന്തിക്കുവാൻ കഴിയും, എന്റെ ഹൃദയത്തെ സന്തോഷം എന്ന ഔഷധം കൊണ്ട് ഞാൻ അത് കൈകാര്യം ചെയ്യാൻ Your പോകുന്നു. joy must be infectious. നിങ്ങളുടെ സന്തോഷം എന്ന് പറയുന്നത് പകരേണ്ടതാണ്. Somebody asks you, why are you so happy? ആരെങ്കിലും ചോദിക്കേണ്ടതാണ്, എന്താ ഇത്ര സന്തോഷം? You must say, because I'm guarding my heart. നിങ്ങൾ പറയണം, എന്റെ ഹൃദയത്തെ ഞാൻ സൂക്ഷിക്കുന്നത് കൊണ്ട്. Because I'm guarding my heart. ഞാൻ എന്റെ ഹൃദയത്തെ സൂക്ഷിക്കുന്നത് We കൊണ്ട്. are commanded by God to guard our heart. നാം നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കണമെന്ന ദൈവത്തിന്റെ കൽപ്പനയാണ്. That's what Philippians 4:7 says. ഫിലിപ്പിയ ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം അങ്ങനെ പറയുന്നു. And the peace of God that passeth all understanding shall fill your heart and mind, and will guard your heart and your minds in Christ Jesus. Another translation എന്നാൽ says. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുവേശുവിങ്കൽ കാക്കും. God, the peace of God will guard your heart. ഈ ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തെ കാക്കും. When you look in the Bible, some of the great people in the Bible struggled with sorrow. തിരുവചനം നാം ശ്രദ്ധിക്കുമ്പോൾ ഈ ചില വലിയ വിശ്വാസ വീരന്മാർ അവർക്ക് വിഷമം കൊണ്ട് അവർ പ്രയാസപ്പെട്ടു. Elijah was discouraged. ഏലിയാവ് താൻ ഒരു നിരുത്സാഹത്തിന്റെ He went സമയത്ത് up the mountain and one drama he was doing over there. അവിടെ മലമുകളിൽ താൻ ഒരു വലിയ ഒരു ഡ്രാമ, ഒരു നാടകം അഭിനയിക്കുന്ന പോലെയായിരുന്നു. That's so funny. Malamugal said the drama. You know, those of you from the city, you know what I mean. You know, oh, he was so depressed. He said, Lord, I'm all alone. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഏകനായിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ വിഷാദം അനുഭവിക്കുന്നു. Oh, he said, I'm all alone. ഞാൻ ഒറ്റയ്ക്കായിരിക്കുന്നു. I'm all alone. ഞാൻ ഒറ്റയ്ക്കായിരിക്കുന്നു. That's because he didn't guard his heart. കാരണം തന്റെ ഹൃദയത്തെ താൻ സൂക്ഷിച്ചില്ല. He was never alone. താൻ ഒരിക്കലും ഒറ്റയ്ക്കായിരുന്നില്ല. Many times when we don't guard our heart, we become the mouthpiece of the enemy. പല സമയത്ത് നമ്മുടെ ഹൃദയത്തെ നാം സൂക്ഷിക്കാത്തപ്പോൾ നാം പിശാചിന്റെ ഉപകരണമായി നമ്മുടെ വായെ ഉപയോഗിക്കുന്നു. Paul was so depressed at one time in his life. Do you know that? He said, I despaired of life. പൗലോസ് അപ്പോസ്തലൻ തന്റെ ജീവിതത്തിൽ ഒരു സമയത്ത് വലിയ ഒരു താഴ്ചയുടെ അനുഭവത്തിലൂടെ കടന്നുപോയി താൻ പറയുകയാണ്, എന്റെ ജീവിതത്തെ ഞാൻ വെറുത്തു. Oh, എവിടെ പോയാലും അടി ഇടിയും തൊഴിയും. Everyone, what is this, Lord? Wherever I go, it is too much of persecution. What is this, Lord? You know, so he was depressed of life. He was sad. He said, I despaired of life, the Bible അദ്ദേഹം says. തന്റെ ജീവിതത്തിലെ പ്രതികൂല അവസ്ഥകളെല്ലാം കണ്ട് ഒരു സമയത്ത് താൻ പറയുകയാണ്, ഞാൻ എന്റെ ജീവിതത്തെ വെറുത്തു. David was despaired. ദാവീദ് ഇപ്രകാരമുള്ള ഒരു അനുഭവത്തിലൂടെ കടന്നുപോയി. Jesus cried, if it is possible, take this cup of suffering. യേശു ക്രിസ്തു കരഞ്ഞ് പ്രാർത്ഥിക്കുകയാകുന്നു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും നീക്കണമേ. So this may be normal for all people. ഇത് അപ്പോൾ ഇത് സകലർക്കും പൊതുവായിരിക്കാം. But what did Jesus do? എന്നാൽ യേശു എന്ത് ചെയ്തു? He guarded his heart. യേശു തന്റെ ഹൃദയത്തെ സൂക്ഷിച്ചു. Father, not my will. പിതാവേ, എന്റെ ഹിതമല്ല, Your will be done. അങ്ങയുടെ ഹിതം നിറവേറണം. Hallelujah. 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 So I want to close by telling you, how do we guard our heart? എങ്ങനെ നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ The അവസാനിപ്പിക്കുക. first way ഏറ്റവും ആദ്യമായിട്ട് is by meditating right godly thoughts. ശരിയായിട്ടുള്ള ദൈവിക ചിന്തകൾ ധ്യാനിച്ചുകൊണ്ട്. So many words and noises come into our head every day. ഒരുപാട് ശബ്ദങ്ങൾ, ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് അനുദിനം വന്നുകൊണ്ടേയിരിക്കുന്നു. People's voices, devil's voice, so many voices. വ്യക്തികളുടേതായിട്ടുള്ള സ്വരങ്ങൾ, പിശാചിന്റെ സ്വരം, അങ്ങനെ ഒരുപാട് സ്വരങ്ങൾ. It's important for you to quieten your heart and guard your
heart. നമ്മുടെ ഹൃദയത്തെ നിശബ്ദമാക്കി സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. It is important for you to quieten your heart and spend time with God's word. നിങ്ങളുടെ ഹൃദയത്തെ നിശബ്ദമാക്കി ദൈവവചനവുമായി സമയം പങ്കിടേണ്ടത് ആവശ്യമാണ്. ഓ അതിനെവിടാ സമയം? Where do we have that time? അതുകൊണ്ടാ ഇങ്ങനെ ഇരിക്കുന്നത്. That's why we are like this. You know, like they say, oh നടക്കാൻ എവിടാ സമയം? Like people ask actually, where do we have the time to walk? അതുകൊണ്ടാ നമ്മുടെ ഹെൽത്ത് ഇങ്ങനെ ഇരിക്കുന്നത്. That's why our health is like this. പ്രാർത്ഥിക്കാൻ എവിടാ സമയം? Where do we have time to pray? അതുകൊണ്ട് ആത്മീയ ജീവിതം ഇങ്ങനെ ഇരിക്കുന്നത്. That's why our spiritual life is like There this. are consequences of our decisions. നമ്മുടെ തീരുമാനങ്ങളുടേതായിട്ടുള്ള ചില പരിണതഫലങ്ങളുണ്ട്. There are things God will do for us. ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. Other things we must do for ourselves. മറ്റു കാര്യങ്ങൾ നാം തന്നെ ഉത്തരവാദിത്തമെടുത്ത് We ചെയ്യേണ്ടതുണ്ട്. have to guard our heart. നാം നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കണം. Keep a regular time with God. ദൈവവുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ഒരു സമയം വേണം. Meditate on God's word. ദൈവവചനത്തെ ധ്യാനിക്കണം. Because the word of God is life and health. കാരണം ഈ തിരുവചനം എന്ന് പറയുന്നത് ജീവനും ആരോഗ്യവുമാകും. The Bible says, pay attention to my words. തിരുവചനം പറയുന്നു, എന്റെ വാക്കുകളെ നീ പ്രത്യേക ശ്രദ്ധ നൽകുക. Watch over your heart with all diligence. നിന്റെ ഹൃദയത്തെ സകല ശ്രദ്ധയോടും കൂടെ സൂക്ഷിച്ചു കൊള്ളുക. So that we can keep the negative and the wrong lying thoughts away. അതുകൊണ്ട് തെറ്റായിട്ടുള്ള നിഷേധാത്മക ചിന്തകളെ നിങ്ങൾക്ക് മാറ്റി നിർത്തുവാൻ കഴിയും. And be transformed in our thinking. അങ്ങനെ നമ്മുടെ മനസ്സ് രൂപാന്തരപ്പെട്ട് Meditate on God's word. ദൈവവചനത്തിൽ ധ്യാനിക്കുക. Whatever we spend time thinking, that will rule us. നാം എന്ത് സമയമെടുത്ത് ചിന്തിക്കുന്നുവോ അത് നമ്മെ ഭരിക്കും. Some people are so toxic, not because they're individually toxic, is because they have unguarded hearts. ചില വ്യക്തികൾ അവർ വിഷമയമുള്ള വ്യക്തികൾ പോലെ ആയിരിക്കുന്നു. കാരണം അവർ വ്യക്തിപരമായിട്ട് അങ്ങനെ ആയതുകൊണ്ടല്ല, അവരുടെ ഹൃദയത്തെ അവർ സൂക്ഷിക്കാത്തതുകൊണ്ട്. Toxic people are basically people who have unguarded hearts. ഈ വിഷമയമുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് അവർ മോശം വ്യക്തികൾ എന്നുള്ളതല്ല, എന്നാൽ അവരുടെ ഹൃദയത്തെ സൂക്ഷിക്കാത്ത വ്യക്തികൾ. Many people won't want to go near them, full of negativity all the time. പല വ്യക്തികൾക്കും അവരുടെ അടുത്ത് പോലും പോകാൻ താല്പര്യമുള്ള, അവരുടെ അകത്ത് മുഴുവൻ നിഷേധാത്മക ചിന്തകളാണ്. And sometimes we are that person. ചില സമയത്ത് നാം ആണ് അങ്ങനെയുള്ള വ്യക്തികൾ. Guard the heart നിങ്ങളുടെ ഹൃദയത്തെ സൂക്ഷിച്ചുകൊള്ളുക. by meditating on God's word. ദൈവ വചനം ധ്യാനിച്ചുകൊണ്ട് Whatever things are pure, എന്തെല്ലാം നിർമ്മലമാകുന്നു, whatever things are lovely, എന്തെല്ലാം മനോഹരമാകുന്നു, whatever things are good report, എന്തെല്ലാം നല്ലതാകുന്നു, whatever things are praiseworthy, എന്തെല്ലാം ദൈവത്തിന് മഹത്വം നൽകുവാൻ whatever കഴിയുന്നു, things are pure, എന്തെല്ലാം നിഷ്കളങ്കമാകുന്നു, noble, മനോഹരമായിരിക്കുന്നത്. think on these things. ഈ കാര്യങ്ങളിൽ നിങ്ങൾ ധ്യാനിക്കുക. Which means don't think about the negative things and leave your heart unguarded. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ചിന്തകൾ ചിന്തിച്ചുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ സൂക്ഷിക്കാതെ വിടരുത്. Think about the good things God has done for us. ദൈവം നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ആ നല്ല കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. That day standing in that room watching the house ransacked, I could have thought 1,000 sad thoughts. ആ കള്ളൻ കയറി ആ വീട്ടിൽ നിന്നപ്പോൾ വേണമെങ്കിൽ തെറ്റായിട്ടുള്ള വിഷമമുണ്ടാക്കുന്ന 1000 ചിന്തകൾ എനിക്ക് വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു. In fact, I just didn't bother even fixing the broken window. ആ പൊട്ടിയ ജനൽ അതുപോലും ചെയ്യാൻ ഞാൻ ചിന്തിച്ചില്ല. Through which they went in. അവർ അകത്തേക്ക് കയറിയത് വഴിയാണ്. I thought, why break another door? Let them, if they want to go in again, they can go through the window. ഞാൻ വിചാരിച്ചു ഇനി വീണ്ടും എന്തിനാ പൊട്ടിക്കുന്നത്, അവർക്ക് വേണം ഇനി ഒന്നുകൂടെ വരണമെങ്കിൽ അതിലെ തന്നെ കയറിക്കോട്ടെ. Guard your heart, people. നിങ്ങളുടെ ഹൃദയത്തെ സൂക്ഷിച്ചു. Rejoice in the Lord. ക്രിസ്തുവിൽ സന്തോഷിക്കുക. Only you can do for yourself. അത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് മാത്രമേ ചെയ്യുവാൻ കഴിയുകയുള്ളൂ. Secondly, what do you do? രണ്ടാമതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? Tell the Lord, ദൈവത്തോട് പറയുക, search my heart. എന്റെ ഹൃദയത്തെ പരിശോധിക്കണം. Search my heart. എന്റെ ഹൃദയത്തെ പരിശോധിക്കണം. Psalm 139, David is crying out, search me, O God. സങ്കീർത്തനം 139 ദാവീദ് ഇപ്രകാരം ചോദിക്കുകയാണ്, കർത്താവേ എന്റെ ഹൃദയത്തെ ശോധന ചെയ്യണം. Psalm 139 verse 23-24 says, search my heart. സങ്കീർത്തനം 139 അധ്യായത്തിന്റെ 23 24 വാക്യങ്ങളിൽ ഇപ്രകാരം ദാവീദ് ദൈവമേ എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ. See if there's any wicked thought in me. എന്റെ അകത്ത് തെറ്റായിട്ടുള്ള ദുഷ്ടതയുള്ള ചിന്തകളുണ്ടോ എന്ന് പരിശോധിക്കണമേ. What is wicked thought? എന്താകുന്നു തെറ്റായിട്ടുള്ള ചിന്തകൾ? Negative thought is wicked thought. നിഷേധാത്മകമായിട്ടുള്ള ചിന്തകൾ അത് ദുഷ്ടചിന്തകളാണ്. Complaining thought is wicked thought. കുറ്റം പറയുന്നതായിട്ടുള്ള ചിന്തകൾ അത് ദുഷ്ടതയുള്ള ചിന്തകളാണ്. Thoughts of unbelief is wicked thought. അവിശ്വാസത്തിൻ്റെതായിട്ടുള്ള ചിന്തകൾ അത് ദുഷ്ടതയുടെ ചിന്തകളാണ്. Search me, O God. കർത്താവേ എന്നെ ശോധന ചെയ്യണം. Search me, O God. എന്നെ ശോധന ചെയ്യണം. See if there is anything that is not according to your thoughts. അങ്ങയുടെ ഹിതപ്രകാരമല്ലാത്ത അങ്ങയുടെ ചിന്തകളല്ലാത്ത വേറെ എന്തെങ്കിലും എന്റെ അകത്തുണ്ടോ എന്ന് പരിശോധിക്കണം. That is why Proverbs 21:2 says, every way of a man is right in his own eyes. അതുകൊണ്ടാകുന്നു സദൃശവാക്യങ്ങൾ 21 അധ്യായത്തിൻ്റെതായിട്ടുള്ള 2ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, മനുഷ്യന്റെ വഴിയൊക്കെയും അവന് ചൊവ്വായി തോന്നുന്നു, but the Lord searches the heart. യഹോവയോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. The thing about us is that each of us, our
ways are right in our own eyes. നമ്മെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിൽ നമ്മുടെ വഴികൾ ശരിയാണ്. But actually we are the consequences of our upbringing, of our childhood dysfunctions, of our fears, and so much of our thinking is wired to so many of things. എന്നാൽ നാം ഇന്ന് ആയിരിക്കുന്നത് നമ്മുടെ ശൈശവത്തിൽ, നമ്മുടെ കുട്ടിക്കാലത്തിൽ നാം എങ്ങനെ വളർത്തപ്പെട്ടുവോ അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളുടെ എല്ലാം ആകത്തുകയാണ് നാം. There's a very interesting verse in 1 Corinthians and chapter 4 verse 2 to 4 that I saw. 1 കൊരിന്ത്യർ 4 അധ്യായത്തിൻ്റെതായിട്ടുള്ള 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് And നോക്കുമ്പോൾ for every one of us this is a very important verse. ഇത് നമുക്ക് ഓരോരുത്തർക്കും വളരെ പ്രാധാന്യമുള്ള വാക്യമാണ്. Paul says, in this case, moreover, it is required of stewards that we be found trustworthy. ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്ര എന്ന് പൗലോസ് അപ്പോസ്തലൻ Which പറയുന്നു. means if God has given us our life, we should steward our life well. അതിന്റെ അർത്ഥം ദൈവം നമുക്ക് ഒരു ജീവിതം തന്നിരിക്കുന്നുവെങ്കിൽ നാം അത് നല്ല രീതിയിൽ നാം അതിനെ പരിപാലനം ചെയ്യണം. If God has given us thoughts, a mind, we must steward our mind well. ദൈവം നമുക്ക് ചിന്തകൾ തന്നിരിക്കുന്നുവെങ്കിൽ, മനസ്സ് തന്നിരിക്കുന്നുവെങ്കിൽ നാം നന്നായിട്ട് അതിനെ പരിപാലനം ചെയ്യണം. But Paul says, but to me it's a very small thing that we are examined by you or any human court. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളോ മനുഷ്യർ കഴിക്കുന്ന വല്ല വിസ്താരത്തിലോ എന്നെ വിധിക്കുന്നത് എനിക്ക് എത്രയും ലഘുകാര്യം. And then he says, I do not examine myself. ഞാൻ എന്നെ തന്നെ വിധിക്കുന്നതുമില്ല. For I am conscious of nothing against myself. എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും. You know, in this one thing we are like Apostle Paul. ഈ ഒരു കാര്യത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസിനെ പോലെയാണ് നമ്മൾ. I don't find anything wrong with my thinking. എന്റെ ചിന്തയിൽ എനിക്ക് യാതൊരു കുറ്റവും കാണുന്നില്ല. That one thing we are like Paul. ആ കാര്യത്തിൽ നമ്മൾ അപ്പോസ്തലനായ പൗലോസിനെ പോലെയാണ്. What is Paul saying? എന്താണ് പൗലോസ് അപ്പോസ്തലൻ I പറയുന്നത്? am not conscious of anything about myself, against myself. എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും, Which means I'm trying to figure out, but I can't find anything. ഞാൻ ശ്രദ്ധിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. But by which I am not acquitted. അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല. But the one who examines me is the Lord. എന്നെ വിധിക്കുന്നത് കർത്താവാകും. Which means because I don't find anything wrong with myself doesn't mean there isn't anything wrong. ഞാൻ എന്റെ നോട്ടത്തിൽ എന്റെ ഭാഗത്ത് തെറ്റൊന്നും കാണാത്തത് കൊണ്ട് ഞാൻ നീതിമാൻ എന്ന് പറയാൻ കഴിയുകയില്ല. That is why we must pray, search me, O God. അതുകൊണ്ടാകുന്നു നാം പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ എന്നെ പരിശോധിക്കണം, Search my heart. എന്റെ ഹൃദയത്തെ ശോധന You know why ചെയ്യണം. you want God to search our heart? നിങ്ങൾക്ക് അറിയാമോ എന്തുകൊണ്ട് ദൈവം നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യണം? Godly thoughts are like treasure inside us. കാരണം ദൈവത്തിൻ്റെതായിട്ടുള്ള ആ ചിന്തകൾ നമ്മുടെ അകത്ത് നിക്ഷേപങ്ങൾ പോലെയാണ്. We see other people sorrowful and going around wondering why all this happened to them. ഒരു പക്ഷേ മറ്റു പല വ്യക്തികളും ചിന്തിക്കുന്നുണ്ടാകാം അവരുടെ വിഷമത്തിൽ എന്തുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നു. Paul sitting in jail in Philippians 3:1 is saying, rejoice always. Again, I have no trouble telling you, please rejoice. പൗലോസ് അപ്പോസ്തലൻ ജയിലിൽ നിന്നുകൊണ്ട് ഫിലിപ്പി ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിൽ എഴുതുകയാണ്, ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിൽ സന്തോഷിക്കുക. Because I don't find anything wrong with myself does not mean there isn't anything wrong. എന്നെ ഞാൻ തന്നെ നോക്കുമ്പോൾ തെറ്റുകളൊന്നും കാണുന്നില്ല എന്നുള്ളതിന്റെ അർത്ഥം എല്ലാം എനിക്ക് കുഴപ്പമില്ല എന്നല്ല. Lord, search my heart. കർത്താവാകുന്ന എന്റെ ഹൃദയത്തെ പരിശോധിക്കേണ്ടത്. What else do we do? ബാക്കി എന്തെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയും? We must have the discipline of surrounding ourselves with godly people. ദൈവികരെയും കൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ദൈവികരുടെ കൂട്ടത്തിൽ നാം ആയിരിക്കാൻ ശ്രദ്ധിക്കണം. When people are hurt, വ്യക്തികൾ മനപ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ we want to withdraw, നമുക്ക് മാറി നിൽക്കണം. associate with hurting people, വേദന ഉള്ളവരുമായിട്ട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് താല്പര്യമാണ്. look for affirmative behavior to people that want to affirm what we are doing, നാം ചെയ്യുന്നത് ശരി എന്ന് പറയുന്നതായിട്ടുള്ള വ്യക്തികളുടെ കൂട്ടത്തിലാകുവാൻ താല്പര്യം. and we end up living a self-absorbed life. അതോടൊപ്പം തന്നെ സ്വയമായി മുഴുകി നിൽക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ താല്പര്യം. I think about myself, ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കുന്നു, self pity, ഞാൻ എന്നെ കുറിച്ച് വിഷമത്തോടെ ചിന്തിക്കുന്നു, self righteousness. സ്വയം നീതീകരണം. There is so much time spent on all this, that becomes your treasure. ഒരുപാട് സമയം നമ്മെ കുറിച്ച് മാത്രം ചിന്തിച്ച് അത് നമ്മുടെ നിക്ഷേപമായി മാറും. And we end up guarding that. അത് നാം സൂക്ഷിക്കുവാനും തുടങ്ങും. That is why self pity has to be treated like an enemy. അതുകൊണ്ടാകുന്നു ഒരു ശത്രുവിനെ പോലെ നമ്മെ കുറിച്ച് നാം സിമ്പതിയോടുകൂടി ചിന്തിക്കുന്നത് അതിനൊരു ശത്രുവായി കാണണം. Self pity, must be an enemy. We must ask the Lord, search my heart, you come and rule my heart. അയ്യോ ഞാൻ പാവം എന്നുള്ള ആ ചിന്ത
ചിന്ത എന്ന് പറയുന്നത് അത് ദൈവത്തിൽ നിന്ന് ചോദിച്ച് അതിനെ ശത്രുവായിട്ട് കരുതി അതിനെ മാറ്റുവാൻ നാം പരിശോധിക്കണം. That's why we must surround ourselves with people that will tell us things we don't want to hear. അതുകൊണ്ടാകുന്നു നമുക്കൊരു പക്ഷേ കേൾക്കാൻ ഇഷ്ടമുണ്ടാകുകയില്ല, എന്നാൽ സത്യം പറഞ്ഞു തരുന്ന വ്യക്തികൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കണം. Godly people we must surround ourselves with them. ദൈവികർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകണം. We like to go to people that will agree with us. നാമുമായി യോജിക്കുന്ന വ്യക്തികളുടെ കൂട്ടത്തിലായിരിക്കുവാൻ നമുക്ക് ഇഷ്ടമാണ്. Because those people make us feel safe. കാരണം ആ വ്യക്തികൾ നമുക്കൊരു സുരക്ഷിതത്വം നൽകുന്നു. Why, when I'm hurting, why do I go to someone that's hurting? Because when two people talk, we feel safe. Somebody understood me. എന്തുകൊണ്ടാണ് ഞാൻ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ വേറൊരു വ്യക്തിയുടെ അടുക്കിലേക്ക് പോകുന്നത്? കാരണം ആ സംസാരത്തിൽ എനിക്കൊരു സുരക്ഷിതത്വം തോന്നുന്നു. But what we don't understand is that we have not guarded our heart. എന്നാൽ നമുക്ക് അറിയാത്ത മനസ്സിലാകാത്തൊരു കാര്യം എന്ന് പറയാൻ നാം നമ്മുടെ ഹൃദയത്തെ സൂക്ഷിച്ചിട്ടില്ല. And two hurting people have allowed the enemy's treasure to come into our heart. അങ്ങനെ ആ വേദനയുള്ള വ്യക്തികൾ ഈ പിശാചിന്റേതായിട്ടുള്ള നിക്ഷേപം ഹൃദയത്തിലേക്ക് വരുവാനായിട്ട് അനുവദിച്ചിരിക്കുന്നു. Psalm 141 verse 5. സങ്കീർത്തനങ്ങൾ 141-ായിട്ടുള്ള 5-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: Let a righteous man strike me in kindness and reprove me. It is like anointing oil on my head. നീതിമാൻ എന്നെ അടിക്കുന്നത് ദയ, അവൻ എന്നെ ശാസിക്കുന്നത് തലയ്ക്ക് എണ്ണ. അവൻ എന്നെ ശാസിക്കുന്നത് തലയ്ക്ക് അഭിഷേക തൈലം പോലാണ്. Hallelujah. Hallelujah. When is the last time we thought about somebody rebuking us, correcting us, and you seeing it like an anointing that's coming on your head? ആരാണ് ഏറ്റവും കഴിഞ്ഞ തവണ അല്ലെങ്കിൽ അവസാനമായിട്ട് നമ്മളെ ശാസിക്കുന്നത് ഒരു അഭിഷേക തൈലം പോലെ നാം കരുതിയത്? The devil is like a roaring lion looking for someone to devour. പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന അലറുന്ന സിംഹം. So be aware of the schemes of the enemy. അതുകൊണ്ട് പിശാചിന്റേതായിട്ടുള്ള തന്ത്രങ്ങളെ കുറിച്ച് അറിവുള്ളവരായിരിക്കും. Above everything, guard your heart. എല്ലാറ്റിലും ഉപരിയായിട്ട് നിങ്ങളുടെ ഹൃദയത്തെ Above everything, guard your heart. എല്ലാറ്റിലും ഉപരിയായിട്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ സൂക്ഷിക്കുക. Your heart must be filled with God's word. നിങ്ങളുടെ ഹൃദയം ദൈവവചനത്താൽ നിറഞ്ഞിരിക്കണം. Godly meditation. ദൈവികമായിട്ടുള്ള ധ്യാനം. Change my heart, Lord. കർത്താവേ, എൻ്റെ ഹൃദയത്തെ മാറ്റണം. How do we guard our heart? Be filled with the Holy Spirit. എങ്ങനെ നമുക്ക് ഹൃദയത്തെ മാറ്റുവാൻ കഴിയും? പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ്. Natural man does not accept the things of God. പ്രാകൃത മനുഷ്യൻ ദൈവിക കാര്യങ്ങൾ സ്വീകരിക്കുന്നു. That is why when we are hurt, we don't want to hear godly counsel. അതുകൊണ്ടാണ് നാം വേദനയിൽ ഇരിക്കുമ്പോൾ നമുക്ക് ദൈവികമായിട്ടുള്ള ഉപദേശങ്ങൾ കേൾക്കുവാൻ താല്പര്യമില്ല. That's the carnal part of me that wants to create a safe place for myself. എൻ്റെ അകത്തുള്ള ഒരു പ്രാകൃത മനുഷ്യൻ്റെതായിട്ടുള്ള ചിന്തയാണ് എനിക്ക് വേണ്ടി ഒരു സുരക്ഷിത സ്ഥാനം ഒരുക്കാനാണ്. But the spirit man in me, when you are filled with the Holy Spirit, you will feel safe with God. എന്നാൽ ആ പരിശുദ്ധാത്മ മനുഷ്യൻ, എൻ്റെ അകത്തുള്ള ആ ദൈവ മനുഷ്യൻ, ആ മനുഷ്യൻ ഒരു സുരക്ഷിത സ്ഥാനം ദൈവത്തിൽ എനിക്ക് വേണ്ടി ഒരുക്കും. When you feel safe with God, you will allow the Holy Spirit to search your heart. ദൈവത്തിൽ ആ സുരക്ഷിത സ്ഥാനം ഒരുങ്ങുമ്പോൾ ദൈവത്തെ നിങ്ങളുടെ ഹൃദയത്തെ പരിശോധിക്കുവാൻ നിങ്ങൾ അനുവദിക്കും. There you will know the heart of God. അങ്ങനെ ദൈവഹൃദയം നിങ്ങൾ അറിയുവാൻ, You will know the will of God. ദൈവഹൃദയം നിങ്ങൾ അറിയും. Walk in humility. താഴ്മയിൽ നടക്കും. Walk in the love of God. ദൈവസ്നേഹത്തിൽ നടക്കും. And tell the Lord, Lord, one thing have I asked of you. ദൈവത്തോട് പറയുക, കർത്താവേ, ഞാൻ ഒരു കാര്യം ചോദിച്ചിരിക്കുന്നു. One thing I will seek after. ഞാൻ ഒരു കാര്യം അന്വേഷിക്കും. I will dwell in your house. അങ്ങയുടെ മന്ദിരത്തിൽ ഞാൻ വസിച്ച് I will behold your beauty. അങ്ങയുടെ മനോഹാരിത എന്നും I കണ്ടുകൊണ്ട് will seek your face. അങ്ങയുടെ മുഖം അന്വേഷിച്ച് I will walk with a humble heart. ഒരു താഴ്മയുള്ള ഹൃദയത്തോടെ നടന്നു. Lord, I want to love you more than I love myself. കർത്താവേ, എന്നേക്കാൾ ഉപരിയായിട്ട് ഞാൻ അങ്ങയെ സ്നേഹിക്കണം. Your love will make me feel safe. അങ്ങയുടേതായിട്ടുള്ള സ്നേഹം എനിക്ക് സുരക്ഷിതത്വം നൽകും. God, I want to guard my heart. കർത്താവേ, എന്റെ ഹൃദയത്തെ എനിക്ക് സൂക്ഷിക്കണം. I want to guard my heart. എന്റെ ഹൃദയത്തെ എനിക്ക് സൂക്ഷിക്കണം. I want to reject every negative thought that comes to my heart. എന്റെ ജീവിതത്തിലേക്ക്, എന്റെ ഹൃദയത്തിലേക്ക് വരുന്ന എല്ലാ നെഗറ്റീവ് ചിന്തകളെയും ഞാൻ എതിർക്കുന്നു. Let's pray together right now. നമുക്ക് ഇപ്പോൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാം. Lord, I want you to search my heart. കർത്താവേ, അങ്ങ് എന്റെ ഹൃദയത്തെ പരിശോധിക്കണമേ. Is there anything that I have allowed, or there are so many things I have allowed that I can't even find a few godly things in my heart? ഒരു ദൈവികമായിട്ടുള്ള ചിന്ത പോലും കണ്ടെത്തുവാൻ കഴിയാതെ വണ്ണം ഞാൻ അനേക മറ്റു കാര്യങ്ങൾ എന്റെ ഹൃദയത്തിലേക്ക് അനുവദിച്ചിട്ടുണ്ടോ? I want you to search my heart. കർത്താവ് എന്റെ ഹൃദയത്തെ ശോധന ചെയ്യണം. Turn the lights on, Lord. കർത്താവേ, ആ വെളിച്ചങ്ങൾ എന്റെ ഹൃദയത്തിലേക്ക് അടിക്കണം. We are removing this ungodly treasure, Lord. കർത്താവേ, ദൈവികമല്ലാത്ത നിക്ഷേപങ്ങളെല്ലാം ഞങ്ങൾ മാറ്റുന്നു. Lord, if we are associating with the ungodly that is taking us down the life of destruction,
We want to walk away from that, Lord. കർത്താവെ, ദൈവികരല്ലാത്തവരുമായിട്ടുള്ള ഞങ്ങളുടെ സമ്പർക്കം ഞങ്ങളുടെ ജീവിതത്തെ താഴേക്ക് കൊണ്ടുപോകുന്നുവെങ്കിൽ കർത്താവെ, ഞങ്ങൾ അത് മാറ്റുവാൻ If ആഗ്രഹിക്കുന്നു. you're entertaining negative thoughts that are destroying our life, we want to walk away from that, Lord. ഞങ്ങളുടെ ജീവിതത്തെ തകർക്കുന്നതായിട്ടുള്ള നിഷേധാത്മകമായിട്ടുള്ള ചിന്തകൾ ഞങ്ങൾക്കുണ്ടെങ്കിൽ കർത്താവെ, അത് മാറ്റണമേ. Search my heart, Lord. ഞങ്ങളുടെ ഹൃദയത്തെ പരിശോധിക്കണമേ. Search my heart, Lord. ഞങ്ങളുടെ ഹൃദയത്തെ I പരിശോധിക്കണം. repent, Lord, for not guarding my heart. കർത്താവെ, എന്റെ ഹൃദയത്തെ ഞാൻ സൂക്ഷിക്കാത്തതിനെ സംബന്ധിച്ച് ഞാൻ അനുതപിക്കുന്നു. I commit my life. എന്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു. People of God, I want to tell you today, ദൈവജനമേ, ഞാൻ നിങ്ങളോട് പറയട്ടെ, if we don't search and guard our heart, നാം നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യുവാൻ അനുവദിച്ച് നാം സൂക്ഷിക്കുന്നില്ല എങ്കിൽ one day God will search our heart. ഒരു ദിവസം ദൈവം നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കും. Jeremiah 17:10 says, യിരെമ്യാവിന്റെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം പറയുന്നു, I, the Lord, search your hearts, ദൈവമാകുന്ന ഞാൻ നിങ്ങളുടെ ഹൃദയത്തെ പരിശോധിക്കും. and I test the mind ഞാൻ അന്തരംഗങ്ങളെ പരീക്ഷിച്ച് to give each one according to his ways. ഓരോരുത്തന് അവനവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും That തക്കവണ്ണം. is why God wants us to guard our heart. അതുകൊണ്ട് നാം നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കണം. Today, God wants to fill your heart with his love. ഇന്ന് ദൈവസ്നേഹത്താൽ ദൈവം നിങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. The Bible says, I will give you a new heart, says the Lord. തിരുവചനം പറയുന്നു, ദൈവം പുതിയ ഹൃദയം നിങ്ങൾക്ക് വേണ്ടി നൽകും. I will give you a new spirit inside of you. നിങ്ങളുടെ അകത്തൊരു പുതിയ ആത്മാവിനെ ഞാൻ നൽകും. That's what Ezekiel 36:26 says. അതാകുന്നു എഹെസ്കേലിന്റെ പുസ്തകം 36-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം I പറയുന്നു, will remove from you a heart of stone, കല്ലിന്റേതായിട്ടുള്ള ഒരു ഹൃദയത്തെ ഞാൻ നിങ്ങളിൽ നിന്ന് നീക്കി and I will give you a heart of flesh. മാംസമുള്ള ഒരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് So, നൽകും. Father, we pray today, പിതാവേ, ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു, create in me a clean heart, O God. എന്റെ അകത്ത് ശുദ്ധമായിട്ടുള്ള ഹൃദയത്തെ പുതുക്കണമേ. Renew a steadfast spirit within me. കർത്താവേ, സ്ഥിരതയുള്ള ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണം. Above everything else, we want to decide to guard our heart. കർത്താവെ, എല്ലാറ്റിലും ഉപരിയായി ഞങ്ങളുടെ ഹൃദയത്തെ സൂക്ഷിക്കുവാൻ ഞങ്ങൾ തീരുമാനിക്കുന്നു. Let this be a daily pursuit. കർത്താവെ, ഇത് നിരന്തരമായിട്ടുള്ള എല്ലാ ദിവസവുമുള്ള ഞങ്ങളുടെ അന്വേഷണമാണ്. Daily pursuit. എല്ലാ ദിവസവുമുള്ളത്, Daily pursuit. എല്ലാ ദിവസവുമുള്ളത്. We give you all the glory. എല്ലാ മഹത്വവും അങ്ങേക്ക്. We reject every work of the enemy. പിശാചിന്റെ എല്ലാ വേലകളെയും ഞങ്ങൾ എതിർക്കുന്നു. We're going to guard our hearts. ഞങ്ങളുടെ ഹൃദയങ്ങളെ സൂക്ഷിക്കാൻ In പോകും. Jesus' mighty name. യേശുവിന്റെ ബലമുള്ള നാമത്തിൽ Everybody said aloud, amen. ഉറക്കി ഒരു ആമേൻ പറഞ്ഞാൽ Give God the glory. എല്ലാ Hallelujah. മഹത്വവും ദൈവത്തിന് നൽകിയാൽ